ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നേരത്തെയെല്ലാം നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം പ്രൊമോട്ട് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊമോഷനൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലെ നിങ്ങളുടെ ഈ ഒരു പ്രൊമോഷൻ എല്ലാം സ്റ്റോപ്പായിരിക്കുന്നത്? അതുപോലെ ഇനി നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് എല്ലാം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ ക്രോം ബ്രൗസറിൽ പോയതിന് ശേഷം നിങ്ങളുടെ YT സ്റ്റുഡിയോ ഇത് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കസ്റ്റമൈസേഷൻ എന്നൊരു ഓപ്ഷനെല്ലാം കാണാൻ സാധിക്കും. ഈ ഒരു കസ്റ്റമൈസേഷൻ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹോം ടാബിനെ കുറിച്ചെല്ലാമാണ്. ഈ ഒരു ഹോം ടാബിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെല്ലാമാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഹോം ടാബ് എന്ന ഓപ്ഷനിൽ പോകാം. ഇനി നമുക്ക് ഇവിടെ ലേഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനടുത്തായി നമുക്ക് ഇവിടെ ആഡ് സെഷൻ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ ഈ ഒരു സ്പോട്ട്ലൈറ്റ് ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് എന്ന ഇവിടെ നിങ്ങളൊരു വീഡിയോ എല്ലാം സെലക്ട് ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ ചാനലിലുള്ളതിൽ ഏറ്റവും നല്ലൊരു വീഡിയോ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തിരിച്ചു വരുന്നതിന് ഈ ഒരു കാര്യമെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫീച്ചേർഡ് വീഡിയോ എല്ലാം ആഡ് ചെയ്യാനുള്ള ഇതിനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ് ലഭിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ വ്യൂസ് ഡൗൺ പ്രോബ്ലം എന്ന ഈ ഒരു വീഡിയോ ഇവിടെ ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് എന്നതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ആഡ് സെഷൻ എന്നതിൽ പോയി വീണ്ടും നമുക്കിവിടെ ഒരു ചാനൽ ട്രെയിലർ എല്ലാം ആഡ് ചെയ്യാം. ഇതും ഇതുപോലെ നമ്മുടെ ഹോം പേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വരുമ്പോൾ ആദ്യമായി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവർ കാണണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ നിന്നും നല്ല രീതിയിലുള്ള വീഡിയോ എല്ലാം ഇവിടെ ചാനൽ ട്രെയിലറായി എല്ലാം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ എല്ലാമാണ്. അതായത് ഇവിടെ ഈ ഒരു ഒറ്റ ട്രിക്കിൽ ചാനൽ മോണിറ്റൈസ് ആകും എന്ന ഈ ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഇത് പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ വേണ്ട 2 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിന് താഴെയായി കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ചാനലിൽ ഉള്ള പോപ്പുലർ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളിവിടെ ആഡ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. പോപ്പുലർ വീഡിയോസ് എല്ലാം തന്നെ മുകളിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുന്ന, അതായത് വ്യൂസ് എല്ലാം കൂടുതലായുള്ള വീഡിയോസാണ് പോപ്പുലർ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പോപ്പുലർ വീഡിയോസ് എല്ലാം ഏറ്റവും ഫ്രണ്ടിലായി വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ചാനലെല്ലാം ഓപ്പൺ ചെയ്യുന്നവർക്ക് അവർക്ക് നിങ്ങളുടെ നല്ല രീതിയിൽ പോപ്പുലറായ വീഡിയോസ് എല്ലാം ആദ്യം തന്നെ കാണുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഇംപ്രഷൻ എല്ലാം വർദ്ധിക്കാൻ ഇത് സഹായിക്കും. അതുവഴി പല സബ്സ്ക്രൈബേഴ്സിനെയും നേടിയെടുക്കാനും നിങ്ങൾക്ക് ഈ ഒരു കാര്യം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തിടുക. അതിനായി നിങ്ങൾക്ക് ആഡ് സെഷൻ എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് പോപ്പുലർ വീഡിയോസ് എന്നത് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ പോപ്പുലർ വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇത് ഡിസേബിൾ ആയിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു മങ്ങിയ കളറിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഒരു പോപ്പുലർ വീഡിയോസ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ആഡ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഫോർ യു എന്ന ടാബ് ഇത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ ഒരു സെറ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഫോർ യു എന്നതിന് താഴെയായി വന്നിരിക്കുന്ന മോർ സെറ്റിംഗ്സ് എന്നതിൽ പോവുക. ഇവിടെ നിങ്ങളുടെ കണ്ടൻറ്റ് ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എല്ലാം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അടിപൊളി ഫീച്ചർ എല്ലാമാണ് യൂട്യൂബ് തരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇത് നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി എനേബിൾ ചെയ്ത് വെക്കണം.
ഇനി നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ആവശ്യമില്ല. അതായത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഷോർട്സ് മാത്രമായി എല്ലാം ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് ടൈപ്പ് എന്നത് ഷോർട്സ് മാത്രമായി ഓൺ ചെയ്ത് വയ്ക്കുക. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. ഇനി നിങ്ങൾ ലോങ് വീഡിയോ അതുപോലെ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വീഡിയോ എന്നത് ഇതും എനേബിൾ ചെയ്യുക, അതുപോലെ ഷോർട്സ് എന്നതും ഇത് രണ്ടും എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത്രയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡൺ എന്ന് കൊടുക്കാം. ഇത്തരത്തിൽ ഡൺ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന, അതായത് നമ്മുടെ ചാനലിൽ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റായിരിക്കും കൂടുതലായി സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഏത് കണ്ടൻറ്റാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അത് ഇവിടെ കറക്റ്റായി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫോർ യു എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് വീഡിയോസ് അതുപോലെ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് എല്ലാം തന്നെ ഇതിന് താഴെയായി ഞാൻ ഈ ഹോം പേജിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ചാനലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഈ സെക്കൻഡ് ചാനലെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇതിനായി ഇവിടെ ആഡ് സെഷൻ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. ഫീച്ചേർഡ് ചാനൽ എന്നതാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ചാനൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ചാനൽ നെയിം സെർച്ച് ചെയ്ത് അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ചാനലിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ചാനൽ കൂടി നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അവർക്ക് നിങ്ങളുടെ മറ്റൊരു ചാനലിൻ്റെ അതിൻ്റെ ലിങ്ക് കൂടി ഹോം പേജിന് താഴെയായി കാണിക്കും. അപ്പോൾ ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചാനലിലുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ആ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഹോം ടാബ് കസ്റ്റമൈസേഷൻ എന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പലരും ഇത്തരത്തിൽ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിലൊന്നും തന്നെ ചേഞ്ചസ് ഒന്നും ചെയ്യാറില്ല. അതിനാൽ തന്നെ അവരുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അതിനുശേഷം ഈ ചേഞ്ചസ് എല്ലാം വരുത്തിയതിന് ശേഷം പബ്ലിഷ് എന്ന് കൊടുക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനലിലേക്ക് ഇപ്പോൾ വരുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസും അതുപോലെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ യൂട്യൂബ് റിലേറ്റഡായ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്